അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള ശുഭാംശു ശുക്ലയുടെ യാത്ര നാളെ ഉച്ചയ്ക്ക് 12:01 6 തവണ മാറ്റിവെച്ച ശേഷമാണ് ദൗത്യത്തിൻ്റെ പുതിയ തീയതി പ്രഖ്യാപിച്ചത്. പ്രജിൻസി കണ്ണൻ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ഗുഡ് ഈവനിങ് പ്രജിൻസി കണ്ണൻ, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. പറയൂ, ഈ യാത്രയുടെ പ്രത്യേകതകൾ. തീർച്ചയായിട്ടും ഒരു ചരിത്ര മുഹൂർത്തത്തിന് അരികിലാണ് നമ്മൾ എന്ന് പറയാം. പലതവണ മാറ്റിവെച്ചു. നേരത്തെ എസ്കെൻ പറഞ്ഞതുപോലെ 6 തവണ മാറ്റിവെച്ച ഒരു ദൗത്യം. അതിലെന്തുകൊണ്ടാണ് നമ്മൾ ഇത്രമാത്രം എക്സൈറ്റഡ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഇന്ത്യക്കാരനുണ്ട്. ഇന്ത്യയുടെ ചരിത്രം അല്ലെങ്കിൽ ഇന്ത്യയുടെ ബഹിരാകാശ ചരിത്രത്തിലൊരു സുപ്രധാന നാഴികക്കല്ലായി മാറാൻ പോവുകയാണ് ഈ യാത്ര എന്ന് തന്നെ പറയാം. എനിക്ക് പിന്നിൽ കാണുന്ന ഈ 4 സംഘം, ഈ 4 പേരടങ്ങുന്നതാണ് നാളെ ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര ചെയ്യാൻ പോകുന്നത്. ആ ദൗത്യത്തിന് ഏറെ പ്രത്യേകതകളുണ്ട്. ഒരുപക്ഷെ ഇത്തരത്തിൽ നാസയൊക്കെ ഓരോ മാസം അല്ലെങ്കിൽ 4 മാസം കൂടുമ്പോൾ 6 മാസം കൂടുമ്പോഴൊക്കെ പുതിയ ടീമിനെ ബഹിരാകാശ നിലയത്തിലേക്ക് അയക്കാറുണ്ട്. പക്ഷേ ഇതൊരു സ്വകാര്യ ദൗത്യമാണ്. ഈ സർക്കാരിൻ്റെ സഹായത്തോടു കൂടിയുള്ള ലോകത്തിലെ 2ാമത്തെ മാത്രം ഈ രീതിയിലുള്ള ഒരു ദൗത്യമായിട്ടാണ് ഇതിനെ കാണുന്നത്. ആക്സിയം സ്പേസ് എന്ന് പറയുന്ന ബഹിരാകാശ കമ്പനി, അതൊരു പ്രൈവറ്റ് ഏജൻസിയാണ്, പ്രൈവറ്റ് കമ്പനിയാണ്, ബഹിരാകാശ ഗവേഷണങ്ങൾ നടത്തുന്ന സ്ഥാപനമാണ്. അവർ ലീഡ് ചെയ്യുന്ന ഒരു ദൗത്യമാണ്. പക്ഷേ അതിനോടൊപ്പം തന്നെ മറ്റ് 4 രാജ്യങ്ങളിൽ നിന്നുള്ള വിവിധ ഏജൻസികൾ, ബഹിരാകാശ ഏജൻസികൾ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതാണ് ആക്സിയം 4 ദൗത്യത്തിൻ്റെ 4 സംഘം. ഇവരാണ് നാളെ ഉച്ചയ്ക്ക് ഇന്ത്യൻ സമയം 12:01 യാത്ര പുറപ്പെടാൻ പോകുന്നത്. ഇവിടെ വെച്ചായിരിക്കും ഈ യാത്ര ആരംഭിക്കുക. കെനഡി സ്പേസ് സെന്ററിലെ ലോഞ്ച് കോംപ്ലക്സ് 39A അവിടെയുള്ള വിക്ഷേപണ തറയിൽ നിന്നാണ് ഇവർ കുതിച്ചുവരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും കണ്ണുകൾ ഇന്ന് അങ്ങോട്ടാണ്. പ്രത്യേകിച്ചും ഇന്ത്യക്കാരുടെ കണ്ണുകൾ പ്രധാനമായും അവിടത്തേക്കാണെന്ന് തന്നെ പറയാം. നാളെ ഉച്ച 12:01 ഈ യാത്ര ആരംഭിക്കാൻ പോകുന്നത്. ഇനി ആരൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് യാത്ര എന്നുകൂടി ചോദിച്ചു കഴിഞ്ഞത്, ഡ്രാഗൺ പേടകത്തെയും കൊണ്ട് കുതിച്ചേരുക സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 എന്ന് പറയുന്ന റോക്കറ്റാണ്. ഒരു പക്ഷേ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ കഴിഞ്ഞ തവണ ഈ ഫാൽക്കൺ 9 റോക്കറ്റിൽ ഉണ്ടായ ഒരു അനോമലി, ഒരു എററാണ് ആ ദൗത്യം മുടങ്ങാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമായത്. ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചിരിക്കുന്നു ഇപ്പോൾ. അതായത് ഇതാണ് നമുക്ക് ഫാൽക്കൺ 9 ഒരു മാതൃക. ഈ ഫാൽക്കൺ 9 മാതൃകയിൽ ഈ ഫസ്റ്റ് സ്റ്റേജ് ബൂസ്റ്ററിൽ ഉണ്ടായ ഒരു ചെറിയ ടെക്നിക്കൽ എററാണ് അന്ന് ഈ ദൗത്യം മാറ്റിവെക്കാൻ ഇടയായത്. ഒരു ലിക്വിഡ് ഓക്സിജന്റെ ലീക്ക് ഉണ്ടായിരുന്നു, ഒരു ചോർച്ച ഉണ്ടായിരുന്നു. അത് പിന്നീട് പരിഹരിക്കുകയും ചെയ്തു. അങ്ങനെ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഓക്കെയാണ്. അത് സ്പേസ് എക്സിന്റെ റോക്കറ്റാണ് ഫാൽക്കൺ 9. അതിന്റെ പ്രത്യേകത കൂടി പറയണം, അത് റീയൂസബിൾ ആണ്, പുനരുപയോഗിക്കാൻ കഴിയുന്ന റോക്കറ്റാണ്. അന്തരീക്ഷത്തിലേക്ക് പോയി ഈ പേടകത്തെ ഒന്ന് ബൂസ്റ്റ് ചെയ്ത് വിട്ടു കഴിഞ്ഞാൽ പിന്നീട് തിരികെ അതുപോലെ ലാൻഡ് ചെയ്ത് താഴേക്ക് വരാൻ കെൽപ്പുള്ള റോക്കറ്റാണ് ഈ ഫാൽക്കൺ 9 എന്ന് പറയാം. അതോടൊപ്പം തന്നെ ഡ്രാഗൺ, ഈ ഡ്രാഗണിലെ പേരുകൾ നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാം. കഴിഞ്ഞ തവണയൊക്കെ ഈ സുനിത വില്യംസും ഒക്കെ ആ ടീമൊക്കെ താഴേക്ക് വന്നത് ഡ്രാഗൺ പേടകത്തിലാണ്. അപ്പോൾ ഡ്രാഗൺ എന്ന് പറയുന്നതും സ്പേസ് എക്സിന്റെ വാഹനമാണ്. അങ്ങനെ ഈ 2 വാഹനങ്ങളാണ് പ്രധാനമായും ഈ ദൗത്യത്തിൽ പങ്കുവഹിക്കുന്നത്. ഇനിയിപ്പോൾ ഇതാണ് ആ ഡ്രാഗൺ പേടകം. ആ ഡ്രാഗൺ സീരീസിലെ പുതിയ പേടകത്തെയാണ് നാളെ ഉപയോഗിക്കുന്നത്. ഈ കാണുന്നതാണ് ഈ 4 സംഘം അടങ്ങുന്ന ആ വാഹനം. ഇതാണ് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് യാത്ര പോകാൻ പോകുന്നത്. ഇതിനകത്താണ് ഈ 4 പേരും ഇരിക്കുക. ഇനി അതിൻ്റെ ഈ ട്രെയിനിങ്ങിന്റെ സമയത്തൊക്കെ ഈ 4 പേരും പരമാവധി കാര്യങ്ങൾ പരിശീലിച്ചിട്ടുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത്. ഇതാണ് ഈ ദൗത്യത്തിൽ പങ്കെടുക്കുന്ന 4 പ്രധാനപ്പെട്ട ഏജൻസികൾ. ഒന്ന് സ്പേസ് എക്സ്, ഇലോൺ മസ്കിന്റെ സ്ഥാപനമാണ്, നമുക്കറിയാം. മറ്റൊന്ന് ആക്സിയം സ്പേസ്, ഇവരാണ് അതിന്റെ ലീഡ് ചെയ്യുന്നത്. ISRO സ്വാഭാവികമായിട്ടുണ്ട്, ശുഭാംശു ശുക്ല ഉള്ളതുകൊണ്ട് ISRO അതിൽ പങ്കാളിയാണ്. പിന്നൊന്ന് ESA, യൂറോപ്യൻ സ്പേസ് ഏജൻസിയാണ്. മറ്റൊന്ന് നാസ. ഇത്രയും ഏജൻസികൾ പങ്കെടുക്കുന്ന ഒരു സംയുക്ത ദൗത്യമാണ് നാളെ നടക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരുപാട് തവണ പരിശീലനങ്ങളൊക്കെ തേടിയ ശേഷമാണ് ഇവർ ഈ യാത്രയ്ക്ക് തയ്യാറായിരിക്കുന്നത്. ഈ 4 സംഘമാണ് നാളെ യാത്ര പോകാൻ പോകുന്നത്. ഇത് ഹംഗറിക്കാരനായ ടിബോർ കാപ്പുവാണ്, ഏറ്റവും പ്രായം കുറഞ്ഞ ഈ സംഘത്തിലെ ആളാണെന്ന് പറയാം. ഇതാണ് നമ്മുടെ അഭിമാനം, ശുഭാംശു ശുക്ല. ഈ പേടകത്തിന്റെ പൈലറ്റാണ് അദ്ദേഹം, നമ്മുടെ വ്യോമസേനയിലെ ഗ്രൂപ്പ് ക്യാപ്റ്റൻ കൂടിയാണ് ശുഭാംശു ശുക്ല. ആൻഡ് ദിസ് ഈസ് ദ പെഗ്ഗി വിറ്റ്സൺ. ഇവരാണ് ഈ ടീമിന്റെ കമാൻഡർ, അല്ലെങ്കിൽ ഈ ദൗത്യത്തിന്റെ കമാൻഡർ എന്നറിയപ്പെടുന്നത്. ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ കാലം ബഹിരാകാശ ചെലവഴിച്ച വനിത എന്ന ഖ്യാതിയുള്ള പെഗ്ഗി വിറ്റ്സൺ. അവരിപ്പോൾ ആക്സിയം സ്പേസിന്റെ ഡയറക്ടർ കൂടിയാണ്. അവരാണ് ഈ ദൗത്യത്തെ നയിക്കുന്നത്. ഇതാണ് ഈ പേര് ഒന്ന് ബുദ്ധിമുട്ടാണ് പറയാനെങ്കിൽ കൂടി, സ്ലാവോഷ് ഉസ്നാസ്കി വിസ്നീവ്സ്കി എന്നാണ് ഈ പോളണ്ടുകാരന്റെ പേര്. സ്ലാവോഷ് എന്നാണ് ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നത്. അങ്ങനെ ഈ 4 സംഘമാണ് നാളെ ഈ യാത്ര പുറപ്പെടാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ പ്രത്യേകതകൾ നോക്കുമ്പോൾ ചരിത്രം കുറിക്കാൻ ശുഭാംശു ശുക്ലയുണ്ട് നമുക്കൊപ്പം. കാരണം ഇന്ത്യൻ ചരിത്രത്തിൽ ആകെ ബഹിരാകാശത്ത് പോയ ഒരേ മാത്രമേ ഉള്ളൂ നിലവിൽ, അത് രാകേഷ് ശർമ്മയാണ് നമുക്കറിയാം. പക്ഷേ ആ ഗണത്തിലേക്ക് ഒരാൾ കൂടി വരുന്നു, അത് ശുഭാംശു ശുക്ലയാണ്. നാളെ അങ്ങനെ ആ ഒരു ചരിത്ര മുഹൂർത്തത്തിന് കൂടി നമ്മൾ തയ്യാറെടുക്കുകയാണെന്ന് പറയാം.
മാത്രമല്ല ഈ വിക്ഷേപണത്തിന്റെയും ഡോക്കിങ്ങിന്റെയും പൂർണ്ണ ചുമതല ശുഭാംശു ശുക്ലയാണ്. കാരണം ഇതിന്റെ ടീമിന്റെ പൈലറ്റ് അദ്ദേഹമാണ്, ഈ ടീമിനെ നയിക്കുന്നത് അല്ലെങ്കിൽ ആ വാഹനത്തിനെ ഓടിക്കുന്നത്, അതിന്റെ നിയന്ത്രണമൊക്കെ ശുഭാംശു ശുക്ലയ്ക്കാണ്. ഈ ഡോക്കിംഗ് എന്താണെന്ന് പ്രേക്ഷകർക്ക് അറിയാം. കാരണം ഈ വാഹനം പോയി ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ പോയി അവിടെ കണക്ട് ചെയ്ത് വെക്കണം, അതിനെയാണ് ഡോക്കിംഗ് പ്രോസസ് എന്ന് പറയുക. അതിന്റെയൊക്കെ പൂർണ്ണ ചുമതല ശുഭാംശു ശുക്ലയ്ക്കാണ്. ഈ വിക്ഷേപണം നടക്കുന്നത് അവിടെ കെനഡി സ്പേസ് സെന്ററിലാണ്, സ്പേസ് എക്സിനാണ്, നാസയ്ക്കുമാണ് അതിന്റെ ചുമതലയെങ്കിലും ഇതിനകത്തുള്ള നിയന്ത്രണങ്ങളെല്ലാം തന്നെ ശുഭാംശു ശുക്ല വഹിക്കേണ്ടി വരും. മാത്രമല്ല അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്താൻ പോകുന്ന ആദ്യ ഇന്ത്യക്കാരൻ എന്ന ചോദ്യം ഇനി എവിടെ വന്നാലും അതിന്റെ ഉത്തരം നാളെത്തോടുകൂടി അത് ശുഭാംശു ശുക്ല എന്ന രീതിയിലേക്ക് മാറുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇന്ത്യ ഇത്രമാത്രം വളരെ ഫോക്കസ്ഡ് ആയിട്ട് ഈ ഒരു ദൗത്യത്തെ കാണുകയും ചെയ്തത്. നമുക്കറിയുന്നത് പോലെ ഇതാണ് രാകേഷ് ശർമ്മ, 41 വർഷം മുൻപാണ് അദ്ദേഹം ബഹിരാകാശത്തേക്ക് പോയത്. അതിന് പിന്നിൽ ഇപ്പോൾ ശുഭാംശു ശുക്ല കൂടി അങ്ങോട്ട് എത്തുന്നു നമുക്ക് പറയാം. പെഗി വിറ്റ്സൺ നേരത്തെ പറഞ്ഞു ഏറ്റവും കൂടുതൽ കാലം ബഹിരാകാശ ചെലവിട്ട ആളാണ്, 665 ദിവസം. രണ്ടാം സ്ഥാനത്ത് ഈ പേര് നമുക്കറിയാം, അത് സുനിത വില്യംസ് ആണ്, 608 ദിവസം. ഇതൊക്കെ അനുബന്ധമായുള്ള വിവരങ്ങളാണ്. മാത്രമല്ല ഇനി പെഗി വിറ്റ്സനെ കൂടാതെ നേരത്തെ ബാക്കിയുള്ള, അത് ശുഭാംശു ശുക്ല ഇതിന്റെ പൈലറ്റാണെന്ന് പറഞ്ഞു, ബാക്കി രണ്ടുപേരുണ്ട്, ടിബോർ കാപ്പു, മറ്റൊന്ന് സ്ലാവോഷ് ആണ്. ഇവർ രണ്ടുപേരും ഈ മിഷൻ എക്സ്പേർട്സ് ആയിട്ടാണ് ഈ ദൗത്യത്തിന്റെ ഭാഗമാകുന്നത്. നേരത്തെ പറഞ്ഞു സ്ലാവോഷ് ഉസ്നാസ്കി വിസ്നിയുസ്കി യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ഭാഗമാണ്. ഈ പോളണ്ടിൽ നിന്നുള്ള എഞ്ചിനീയർ കൂടിയാണ് അദ്ദേഹം. 1978 ശേഷം പോളണ്ടിൽ നിന്നുള്ള ബഹിരാകാശ യാത്രികൻ എന്ന ഖ്യാതി കൂടി സ്ലാവോഷിനുണ്ട്. അതുകൊണ്ട് തന്നെ പോളണ്ടും വളരെ വളരെ ഫോക്കസ്ഡ് ആയിട്ട് ഈ ദൗത്യത്തെ കാണുന്നുണ്ട് എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ നമുക്ക് ടിബോർ കാപ്പുയുടെ ഡീറ്റെയിൽസ് കൂടി ഉണ്ട്. ആ ടിബോർ കാപ്പു നേരം പറയുന്നത് ഹംഗേറിക്കാരനാണ്, ഏറ്റവും പ്രായം കുറഞ്ഞ ഈ ദൗത്യത്തിലെ സംഘാംഗമാണ് ടിബോർ കാപ്പു. അങ്ങനെ ഈ നാല് പേരടങ്ങുന്ന ടീം നാളെ എങ്ങനെ യാത്ര പോകാൻ തയ്യാറെടുക്കുകയാണ്. SKN.